ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ്, ഒരു റിയലിസ്റ്റിക് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കിച്ചണിലെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ പാത്രം കഴുകി വെച്ചതൊക്കെ കുറേ ഉണ്ട് എടുത്ത് വെക്കാൻ, വാങ്ങിക്കൊണ്ട് വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അങ്ങനെയാണ്. എന്നാലും വലിയ കുഴപ്പമില്ല, ഭയങ്കര മെസ്സൊന്നും അല്ല, അത്യാവശ്യം ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കുറച്ച് പണികൾ ബാക്കിയുള്ളൊരു മോർണിംഗ് ആണ് ഇത്. അപ്പം ഞാൻ പലപ്പോഴും എന്താ പറയുക, നമ്മൾ പല രീതിയിലുള്ള മോർണിംഗും കാണിക്കാറില്ലേ, ഭയങ്കര മെസ്സായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് അന്നത്തെ ഡേ വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് കേട്ടോ അതൊക്കെ അങ്ങനെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ദിവസങ്ങൾ. എല്ലാവർക്കും എപ്പോഴും പെർഫെക്റ്റ് ആവാനൊന്നും പറ്റില്ലല്ലോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ നമുക്കെല്ലാം ഒന്നും അങ്ങനെ പെർഫെക്റ്റായി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇംപെർഫെക്ഷൻസൊക്കെ അങ്ങനെ തന്നെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെറിയ എനിക്ക് വർക്കൗട്ടായിട്ടുള്ള നുറുങ്ങു വിദ്യകളൊക്കെ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്ന തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ കമൻറ്റിലായിട്ട് എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരാറുണ്ട്. അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പോകുന്നത് ഒരു രസമല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ മാവ് ഉണ്ടാക്കിയാൽ മതി. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ല. കാരണം നമ്മൾ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ പത്തിരിക്ക് വാട്ടുന്നത് പോലെയാണ് ഇടിയപ്പത്തിന് വാട്ടുന്നത്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് വാട്ടിയെടുത്തിട്ടാണ് പിന്നെ അത് കുഴച്ചെടുക്കുന്നത്. പക്ഷേ അങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര പണിയാണ്. നമ്മൾ മറ്റേ എന്തായിരുന്നു ജയഹേൽ കണ്ടതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അന്നേരം കറണ്ട് പോയതുകൊണ്ട് എനിക്ക് അന്നേരം ലൈറ്റ് ഉണ്ടായില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വാട്ടുമ്പോൾ, അതായത് തിളച്ച വെള്ളം പൊടിയിലോട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് വാട്ടിയെടുത്താൽ മതി. എന്നാൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എത്ര സിമ്പിളായിട്ടാണ് ഞാനത് പിഴിയുന്നത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരു സംഭവമേ അല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക് ഇടിയപ്പം ഉണ്ടാക്കാനൊരു പാടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാവ് ചൂടണിയുന്ന ആ സമയത്ത് തന്നെ ആ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞു. അത് വലിയൊരു പണിയാണ്. നമ്മൾ ഈ പാത്രം ഇതുപോലെ എന്താ പറയുക കൊട്ടയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മളത് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പാത്രം കഴുകി വെക്കില്ല. നമ്മൾ സ്പോട്ടിൽ അങ്ങനെ പാത്രം കഴുകി കിച്ചൺ ക്ലീൻ ചെയ്ത് പോകണമെങ്കിൽ ആ ഒരു പാത്രം കാലായി കിടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഫുഡ് അടി പരിപാടികളൊക്കെ ആണ്. ഫിസു ആ സമയത്ത് കുളിക്കുകയാണ്. ഇതൊരു ഫ്രൈഡേ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ കുറച്ച് സ്ലോമോ ആണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇക്കാക്ക് ഇന്ന് ലീവാണ്, എനിക്ക് ജോലിയുണ്ട്, ഫിസുവിന് സ്കൂൾ മാത്രം ഉണ്ട്. അങ്ങനത്തെ ഒരു ഡേ ആണ് ഇത്. ഫിസ്കുട്ടൻ്റെ മദ്രസയിലെ എക്സാമിൻ്റെ സീസണിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും. ഇതിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് റിലാക്സിങ് ആണ്, മദ്രസയൊന്നും ഇല്ല. ഡ്രസ്സൊക്കെ മാറി വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു മൂഡിലോട്ട് വരികയാണ്. ഡ്രസ്സ് മാറി എന്ന് പറയുമ്പോൾ വർക്കിംഗ് കോസ്റ്റ്യൂമിലോട്ടൊന്നും മാറിയിട്ടില്ല. ഞാൻ വീട്ടിലിടുന്ന ടൈപ്പ് അങ്ങനെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സി ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് വർക്കൊക്കെ ചെയ്യുന്നത്. ഞാൻ അതത്ര നല്ല കാര്യമൊന്നുമല്ല, എനിക്കറിയാം. നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നത് പോലെ നല്ല വെൽ ഡ്രസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഞാൻ പിന്നെ കുറച്ച് കംഫർട്ടബിളായിട്ടിരിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫുഡ് കഴിക്കുന്ന ആ സമയം കുറച്ച് സമയം അവൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ജസ്റ്റ് സിറ്റ് ഔട്ടൊന്ന് അടിച്ചു വാരിയിട്ടു. സിറ്റ് ഔട്ടിൽ പാറ്റ പൊടിഞ്ഞതിൻ്റെ ചിറകൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് രാവിലെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു മെസ്സാണ്. അപ്പോൾ അതങ്ങ് വൃത്തിയാക്കിയിട്ടു. ഇനിയിപ്പോൾ ജോലി സ്ഥലത്തേക്ക് പതുക്കെ വരികയാണ്. അപ്പോൾ 9:30 ഒരു 10-20 മിനിറ്റ് മുന്നേ തന്നെ ഇവിടെ ഹാജരായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കാം. ലോഗിനും എല്ലാം ചെയ്ത് വെക്കാം. അപ്പോൾ ആ സമയം 9:09 ആയിട്ടേ ഉള്ളൂ. ഫ്രൈഡേ November 8 അതാണ് ഡേറ്റ്. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ലോഗിൻ പരിപാടികളൊക്കെ ചെയ്യാണ്. ഇപ്പോൾ വാട്സപ്പിൽ കുറേ മെസ്സേജൊക്കെ ഉണ്ടാവും, കുറേ അപ്ഡേറ്റ്സൊക്കെ വന്നതുണ്ടാവും, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിലിനൊക്കെ റിപ്ലൈ ചെയ്യാനും കാര്യങ്ങളും ചില മെയിൽസ് അയക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഡയറി എടുത്ത് വെക്കും. പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കും. പിന്നെ
ഹെഡ്സെറ്റ് കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കും. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ വോയിസൊക്കെ കേൾക്കാനുണ്ടാവും ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് മടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ഒരുപാട് അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ പോവാം കേട്ടോ. പിന്നെ ഞാൻ പഞ്ച് ചെയ്യാൻ പോവാണ്. ഈ പേഴ്സണൽ ഫോണിലാണ് നമ്മുടെ ആപ്പ് കയറ്റിയിട്ടുള്ളത്. ആപ്പിലാണ് പഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രമായിട്ട് ഫോൺ എടുക്കുക. അത് കഴിഞ്ഞാൽ പേഴ്സണൽ ഫോൺ സൈലൻ്റ് ആക്കി അങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മാത്രമേ പേഴ്സണൽ ഫോൺ എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്താലോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിടയ്ക്ക് ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കും, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, മെസ്സേജോ കാര്യങ്ങളോ എന്തോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കും. ഇതിപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇനി എണീറ്റ് പോകേണ്ടത് വെച്ചിട്ട് തൽക്കാലം ഫോൺ അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കാനുള്ളൊരു ത്വര വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഇടയ്ക്ക് കഴിക്കാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതെ ഇങ്ങനെ ബ്രേക്ക് എടുക്കുക. പിന്നെ നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കി വെക്കണം, നല്ലതായിരിക്കും. എന്തൊക്കെ ചെയ്യണം, നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അത് നല്ല വൃത്തിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ഇഷ്ടത്തോടുകൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ അത്രയും വർക്കുകൾ നമുക്ക് ചെയ്ത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലോഗൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഓഫീസ് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് പതുക്കെ പോയാൽ മതിയല്ലോ, സ്കൂൾ മാത്രമല്ലല്ലോ. അപ്പോൾ 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതി. പിന്നെ ഓനെ പറഞ്ഞയച്ചു, ഹഗ്ഗും കിസ്സൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. പിന്നെ ഒരുപാട് സമയമൊന്നും ഫിസോൻ്റെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും എപ്പോഴൊന്നും കിട്ടൂല. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ സ്പെൻഡ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അങ്ങനെ ജോലി ചെയ്യുന്ന നല്ല മടിയുണ്ട് കേട്ടോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയും വീഡിയോ എടുക്കുന്നൊരു ഉഷാറുണ്ടെന്നല്ലാതെ നല്ല മടിയുണ്ട് ജോലി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ ജോലിയൊന്നും ഇല്ലാത്തൊരു അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മളെ സെർവർ ഡൗൺ ആയിപ്പോയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ഞാനിങ്ങനെ നല്ല ഉഷാറിൽ പണിയെടുത്ത് വരുന്നേരം സെർവർ ഡൗൺ ആകുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം എന്താ വെച്ചാൽ ഇക്കയും കൂടി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര മടി. ഇക്ക ഇങ്ങനെ വീട്ടിൽ വേറെയുള്ളവരെയൊക്കെ പണിയെടുക്കാതിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മടി വരുമല്ലോ. അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ പാത്രം കഴുകി കളയാം, അടുക്കളയിൽ പാത്രം കഴുകാണ്ട് അത് വിചാരിച്ച് പോയപ്പോൾ ഇക്ക അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകി ഏകദേശം തീരാനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഇത്രയും ആയില്ലേ, ഇനി ഞാൻ സഹായിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കനോട് 2 ഡയലോഗൊക്കെ അടിച്ച് കുറച്ച് നേരം അവിടെ ചുറ്റി തിരിഞ്ഞു വന്ന്. പിന്നെ ഞാൻ തിരിച്ച് വന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോൺ നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം ഓർത്തത്. ഈ ഡ്രോയർ ക്ലീൻ ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നത്. നമ്മൾ ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ താഴെയും മേലെയും ഒക്കെ ഡീക്ലട്ടർ ചെയ്തെങ്കിലും ഈ ഡ്രോയർ ഞാൻ തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളാണ്. നമ്മൾ ഹരിതകർമ്മസേനൻ്റെ ബുക്ക്, മറ്റേ പോസ്റ്റ് ഓഫീസിലെ പാസ്ബുക്ക്, നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവില്ലേ, നമ്മൾ ആധാർ കാർഡ്, ID കാർഡ്, അതെല്ലാം ഇതിലാണ് കൊണ്ടുവന്നിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മിസ്സലാനിയസ് ഡ്രോയറാണ്. യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്ക്. ഇപ്പോൾ ഒന്നും എഴുതാറൊന്നുമില്ല കേട്ടോ, പണ്ടൊക്കെ എഴുതി കാണുന്ന ബുക്കാണ്. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ യൂട്യൂബിൻ്റെ ഇത്ര കാലമായി ഞാൻ യൂട്യൂബിലെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് വരെ യൂട്യൂബിൻ്റെ റവന്യൂ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ റവന്യൂ കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് $1-2 കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ നമ്മളെ കൈ കിട്ടും കേട്ടോ. ഞാനൊരു ആന വണ്ടത്തരം വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായി കിട്ടാൻ പോകുന്ന വരുമാനം യൂട്യൂബിൽ നിന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബിലിങ്ങനെ മോണിറ്റൈസേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കഥയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ യൂട്യൂബിൽ നിന്ന് അങ്ങനെ പൈസ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ചാനലിൽ പൈസ കിട്ടാൻ കുറേ കാലം വേണ്ടി വന്നു. നമുക്കധികം വ്യൂസ് ഒന്നുമില്ലല്ലോ, നമ്മൾ പാവപ്പെട്ട ചാനലല്ലേ. അപ്പോൾ പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാൻ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. ഫുഡ് ചിക്കൻ കറിയും ക്യാബേജ് ഉപ്പേരിയും ചോറും പപ്പടം പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൻ്റെ കഥ പറഞ്ഞുതരാം.
അങ്ങനെ യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ പരിപാടികളൊന്നും വരുന്നില്ല. അങ്ങനെ നമ്മൾ ട്യൂഷൻ തുടങ്ങി, ട്യൂഷനിൽ നിന്ന് റവന്യൂ വന്നു. അപ്പോൾ അത്രയും നാൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ആദ്യത്തെ റവന്യൂ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന, അങ്ങനെ അത് പോയി, അത് കിട്ടിയില്ല. പിന്നെ ട്യൂഷനിൽ നിന്ന് കിട്ടിത്തുടങ്ങി, പിന്നെ നമുക്ക് ജോലിയായില്ലേ. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്നായിരുന്നു ആ ഒരു എമൗണ്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയേനെ. പക്ഷെ എനിക്ക് അങ്ങനെ പൈസ കിട്ടാനും ഇൻഡിപെൻഡൻ്റ് ആവാനും നമ്മളേതെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പൈസ കിട്ടാനൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ആദ്യമായിട്ട്, നമ്മൾ പഠനം കഴിഞ്ഞ് ഒരു ജോലിയൊന്നും ചെയ്യാത്തൊരു സമയത്ത്. അപ്പോൾ അന്ന് എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നത് ഇത്, പിന്നെ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാണ്ട് ഇതിൻ്റെ പ്രയോറിറ്റിയിൽ പോലും ഇല്ലാത്ത ഒരു സംഭവമായി മാറി യൂട്യൂബ് വഴി. അപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഫീലല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്താ പറയുക, ഇതിന് അത്യാവശ്യം വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലും തന്നെ നമുക്ക് ആ ഒരു റവന്യൂ ആവുന്നതാണ് കേട്ടോ. $2-3 കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 8,000 സംതിങ് എന്താ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ 8,000 സംതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ചെറിയ എമൗണ്ട് ആണെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതല്ലേ. ഞാനിതിന് വേണ്ടിയിട്ട് ആകെ 300 രൂപേൻ്റെ ഒരു ട്രൈപോഡ് മാത്രമേ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുള്ള ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, പറഞ്ഞു വന്നത്, അങ്ങനെ യൂട്യൂബിൽ നിന്ന് നമ്മൾ റവന്യൂ പ്രതീക്ഷിച്ചിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് ലൈഫിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ആ ഒരു റവന്യൂ ആവാനായപ്പോൾ ചെറിയൊരു സന്തോഷം കേട്ടോ. ചെറിയൊരു എമൗണ്ടാണ്, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് എടുക്കാമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഫുഡൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. കിച്ചൺ ക്ലീനാണ്, സാധനങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കും കേട്ടോ ഈ ഒരു പണി. കാരണം നമ്മൾ ഗ്യാസും കറണ്ടൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫാസ്റ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് തീർക്കാം, അത്ര പണിയേ ഉള്ളൂ. അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഓൺ ദ ഗോ നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ്, ഒന്നും മെസ്സാക്കാണ്ടാണ് ചെയ്തത്. കാരണം ഒക്കെ ക്ലീൻ ചെയ്താണ്, മെസ്സാക്കി കഴിഞ്ഞാൽ ചീത്തയേക്കും. അപ്പോൾ അവിടെ നമ്മൾ വേസ്റ്റെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലിട്ട് അവിടെ വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പപ്പടം കൂടിയും പൊരിച്ചെടുത്താൽ നമ്മൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടി കഴിയും കേട്ടോ. ഇതൊരു 1:30 ആകുമ്പം കഴിയും. പക്ഷെ ഞാൻ 1:15 ഇങ്ങോട്ട് വന്നത് തന്നെ, അതുകൊണ്ട് ഒരു 1:45 ആവും കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമുക്ക് പ്രെയറും പരിപാടികളൊന്നും വേണ്ടാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ റിലാക്സ് ചെയ്ത് വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ കുളിക്കുള്ളൂ. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് നൈറ്റായിട്ടാണ് നമ്മളിനി കുളിക്കാനൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയമൊന്നും നമുക്ക് ഉച്ചയ്ക്ക് വേണ്ട. പിന്നെ വൈകുന്നേരമായി, ഞാൻ പിന്നെയും വർക്ക് ചെയ്തു, ഫിസ് വന്നു, കുളിച്ച് ഫ്രഷായി. ഇനി കുറച്ച് അവസാന വട്ടപ്പണികളൊക്കെ ബാലൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഈവനിങ് സൺലൈറ്റൊക്കെ അതേ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് അടിച്ചു തുടങ്ങി. 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വർക്കും കൂടി ഉണ്ട്. അപ്പോൾ 9 മണിക്ക് തുടങ്ങിയാൽ എനിക്ക് 6 മണിക്ക് നിർത്താം കേട്ടോ. പക്ഷെ രാവിലെ ഞാനിങ്ങനെ മടി പിടിച്ച് 9:30 ആവുമല്ലോ മര്യാദയ്ക്ക് വർക്ക് തുടങ്ങാനായിട്ട്. നമുക്കൊരു 9:10 അങ്ങാനുമാണ് ഞാനിന്ന് ഇതാക്കിയെന്നുണ്ടെങ്കിൽ എനിക്ക് 6:10 ആകുമ്പോൾ നിർത്താം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിസു ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കൊഞ്ചുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫിസുവിന് നാളെയും മറ്റന്നാൾ, മീൻസ് ഇതിപ്പോൾ ഫ്രൈഡേ അല്ലേ, സാറ്റർഡേയും സൺഡേയും മൺഡേയും കൂടെ മദ്രസയിൽ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളത് പഠിപ്പിക്കണം. അങ്ങനെ അതാ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഗൗട്ടൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ 5 കൂടി ചെയ്താൽ നമ്മൾ ജോലീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, അപ്പോഴേക്ക് ബാങ്ക് പെട്ടെന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഫീസ് കൂട്ടാനെ പഠിക്കാനൊക്കെ ആക്കണം. അപ്പോൾ ഞാൻ രാവിലെ എടുത്ത് വെച്ച വെള്ളം മൊത്തം ഒന്നും തീർന്നില്ല കേട്ടോ. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ രാവിലെ അത് നിറച്ച് വെച്ചാൽ എന്തായാലും ഞാൻ തീർക്കില്ല, അതിൻ്റെ ഒരു പകുതിയെങ്കിലും എടുത്ത് വെക്കും, എന്നിട്ട് അത് തീർക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അത് തീർന്നില്ല അതിന് കേട്ടോ. രാത്രിയൊക്കെ ആയിട്ട് അങ്ങനെ കുടിക്കും. ഇങ്ങനെ ബോട്ടിൽ എടുത്ത് വെച്ചാൽ നമ്മൾ അങ്ങ് കുടിച്ചു പോകുമല്ലോ. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നേരെ മിററിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്കിന്നൊക്കെ മോശമായി കഴിഞ്ഞാലൊക്കെ അപ്പം തന്നെ കാണാം, വെള്ളം കുടിക്കാത്തത് കുറഞ്ഞാന്നൊക്കെ ഉള്ളത് ഫേസിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ പോയി നാട് മൊത്തം ലൈറ്റൊക്കെ ഇട്ട്. ഇക്ക പുറത്ത് എന്തോ ഒരു പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫിസു പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പോയി നോക്കുമ്പോൾ ഇക്ക അവിടെയൊക്കെ കരിയിലകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക.
അപ്പം ഞാനും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കരിയിലകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതൊക്കെ. മീൻസ് ആ ഒരു വൈബ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. 6 മണി കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ഡാർക്കായി. 6:05 ആകുമ്പോൾ തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ നല്ലോണം ഉണങ്ങാത്തത് കൊണ്ട് കുറച്ച് കരിയിലകളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. ഇക്കൊക്കെ അന്നേരം തോന്നുന്നു ഒരു മൂഡ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതല്ല, ഇക്ക അവിടെ നിന്ന് കൂട്ടിയിട്ട് കത്തിച്ചു. ഞാൻ ജസ്റ്റ് പോയി നോക്കി വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഫിസുക്കുട്ടൻ എന്താക്കി, പഠിക്കാൻ വേണ്ടിയിട്ടാക്കി. പഠിക്കാനുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് പഠിക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഓൻ അങ്ങനെ ഇരുന്ന് പഠിച്ചോളൂ. ഇനി വൈകുന്നേരം എന്താ പണിയെന്ന് വെച്ചാൽ കുറച്ച് തുണിയൊക്കെ നേരത്തെ കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെക്കാനുണ്ട്. നമ്മളെ കിണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ വോയിസ് എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി. അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അത് തുണിയൊക്കെ എടുത്തു, എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും കൂട്ടിക്കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫിസു പഠനമൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് നാളത്തെ സബ്ജക്റ്റ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുവന്നത് കൂടുതലും ഫിസോൻ്റെതായിട്ടുണ്ടായിന്. അപ്പം തന്നെ അത് ചൂടോടുക്കെ തന്നെ അങ്ങ് ചുരുട്ടി ഓൻ്റെ ഓർഗനൈസറിലേക്ക് വെക്കുകയാണ്. ഇത് ഞാൻ ചിലപ്പോൾ ഒക്കെ ഫിസോനെ ഏൽപ്പിക്കും, ചിലപ്പോൾ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ എക്സാമിൻ്റെ സ്ട്രെസ്സും എല്ലാം കൂടി ഉള്ളപ്പോൾ ഇനി പണിയും കൂടി എടുപ്പിക്കണ്ടേ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫിസോൻ്റെ കൂടെ കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്യണം. ക്വാളിറ്റി ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മദ്രസയിൽ എക്സാം ആയതുകൊണ്ട് ഞങ്ങളെ ക്വാളിറ്റി ടൈമൊക്കെ ഓൻ പഠിച്ചത് ക്വസ്റ്റ്യൻ ചോദിക്കലും പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഓനൊന്ന് കൊഞ്ചിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞ് കിച്ചണിലൊക്കെ പോയി നോക്കുമ്പോൾ ഫിസു അടുക്കളയിൽ കയറിയതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ എന്തൊക്കെയോ വാരി വലിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കി വെച്ചേക്കാണ്. കാരണം മിക്ക നേരത്തെ ക്ലീൻ ചെയ്തതല്ലേ. ഞാനിപ്പോൾ ആ ഡ്രോവറിലോട്ട് എടുത്ത് വെച്ച കത്രിക അതിൻ്റെ ശേഷം ഇന്ന് വരെ കണ്ടില്ല കേട്ടോ. അന്നായിരുന്നു അത് ലാസ്റ്റായിട്ട് കണ്ടത്. അപ്പോൾ ആ ഡ്രോവറിൽ നിന്ന് ആരും എടുത്തുകൊണ്ടുപോയി, അത് ഇതുവരെ കാണുന്നില്ല. ഇക്കയും ഫിസും അത് കണ്ടിട്ടേ ഇല്ല എന്നും പറയുന്നുണ്ട്. ഞാൻ അന്ന് ഡ്രോവറിലോട്ട് എടുത്ത് വെച്ച സാധനമാണ്, അത് ഇന്ന് വരെ കാണുന്നില്ല. അതിപ്പോൾ കാണാണ്ടായിട്ട് 10 ദിവസം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ വേഗം നമ്മളെ കുറച്ച് പാത്രങ്ങളുണ്ടായിന്. എനിക്ക് തോന്നുന്നു ഫിസു പാൻകേക്കോ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഫിസുവിന് ഒരു അടുക്കളയിൽ കയറലുണ്ട്. എന്നിട്ട് പിന്നെ ആന കരിമ്പ് തോട്ടത്ത് കയറിയ പോലെ കിച്ചൺ മെസ്സാക്കിയിട്ട് അങ്ങ് പോവും. വേഗം ക്ലീൻ ആക്കിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര മെസ്സായി പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത്. ഇതാണ് ഏറ്റവും മെസ്സാകുന്ന ഏരിയ. പിന്നെ ഫിസുവിൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പാത്രങ്ങളും എല്ലാം ഒന്ന് എടുത്ത് കഴുകിയൊക്കെ വെച്ചു. ഈ പണി പെൻഡിങ് ആയാൽ രാവിലെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും നല്ല പണി കിട്ടുമല്ലോ, ബുദ്ധിമുട്ടായി പോകുമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് അത് എല്ലാ ദിവസവും കഴുകി വെക്കും. ചിലപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കഴുകും. ഇന്നിപ്പോൾ ചൂടുവെള്ളത്തിലൊന്നും കഴുകുന്നില്ല, ജസ്റ്റ് അങ്ങോട്ട് കഴുകി വെക്കാട്ടോ ചെയ്തത്. പിന്നെന്താ, ആ ഏരിയ ഒക്കെ നല്ലോണം ഒന്ന് തുടച്ച് ഡ്രൈ ആക്കിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരായിട്ട് വന്ന് രാത്രിയത്തെ ഫുഡ് കഴിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നൊരു കാര്യമല്ല കേട്ടോ ഈ ഡിന്നർ കഴിക്കുക എന്നുള്ളത്. അപ്പനെ അങ്ങ് കഴിക്കുകയാണ് ചെയ്യുക. വേഗം ഫീസും ഞാനൊക്കെ പെട്ടെന്ന് കഴിക്കും, മിക്ക ലാസ്റ്റ് കഴിക്കും അങ്ങനെ. പിന്നെ ഫുഡൊക്കെ നേരത്തെ ഫുഡ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു. ഫിസ്കുട്ടൻ്റെ റൂമിൽ ഞാൻ പണ്ടേതോ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാനെല്ലാം ടൈം ടേബിൾ എടുത്ത് വെച്ചോന്നും അതുപോലെ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചോന്നും ഒക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അന്ന് നോക്കുമ്പോൾ ഇവിടെ മൊത്തം മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഡീക്ലട്ടറിങ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതും മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടുകൊണ്ട് ഞാൻ ആ പണി അവിടെ നിർത്തി തൽക്കാലം ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങ് പോന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ കുളിക്കാനും ഫ്രഷാനും പരിപാടികളൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ലോങ് വീഡിയോ ആയിരുന്നു. ഫുള്ളായിട്ട് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.